നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലശേഷം സ്ത്രീകൾ ജമാഅത്തിനും പോയിട്ടുണ്ടോ? റസൂലുള്ളാഹി മരിച്ചുപോയി, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണവും കഴിഞ്ഞുപോയി, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തും ശേഷവുമൊക്കെ സ്ത്രീകൾ ആവശ്യവും താല്പര്യവുമുള്ള പെണ്ണുങ്ങൾ പള്ളികളിലേക്ക് പോകാറുണ്ടായിരുന്നു. ഏതെങ്കിലും സാധാരണക്കാരികളല്ല, പ്രഗത്ഭരായ സ്വഹാബ പെണ്ണുങ്ങൾ വരെ പോകാറുണ്ടായിരുന്നു. ആരായിരുന്നു പോയത്? കാനത്ത് ഇംറഅത്തുൻ ലിഉമറ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ തശ്ഹദു, അവർ പങ്കെടുക്കാറുണ്ടായിരുന്നു സ്വലാത്ത് സുബ്ഹി, സുബ്ഹി നിസ്കരിക്കാനും, വൽ ഇശാ, ഇശാ നമസ്കാരത്തിനും, ഫിൽ ജമാഅത്തി, ജമാഅത്തായി തന്നെ, തൊട്ടടുത്ത വീട്ടിലല്ല, ഫിൽ മസ്ജിദി, പള്ളിയിൽ തന്നെ അവർ പങ്കെടുക്കാറുണ്ടായിരുന്നു. ഫഖീലലഹ, അപ്പൊ അവരോട് ചോദിക്കപ്പെട്ടു, ലിമ തഖ്റുജീന, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പുറത്തു പോകുന്നത്? നിങ്ങൾ പുറപ്പെടുന്നത് എന്തിനാണ്? ഉമറിന് നിങ്ങൾ ഈ പോകുന്നത് ഇഷ്ടല്ല, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അപ്പോ ആ സ്ത്രീ തിരിച്ചു ചോദിക്കുന്നത്, എന്നാ പിന്നെ എന്താ ഉമർ ഖത്താബ് എന്നെ തടയാത്തത്? അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി, അദ്ദേഹത്തിന് തടയാനുള്ള വിഷമം എന്താണെന്നറിയോ? നബി പറഞ്ഞിട്ടുണ്ട്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ സ്ത്രീകളെ, അവന്റെ അടിയാത്തികളെ പള്ളികളെ തൊട്ട് നിങ്ങൾ തടയരുത് എന്ന പ്രവാചകന്റെ വാക്ക് കാരണത്താലാണ് ഉമറുൽ ഫാറൂഖ് തടയാത്തത്. ഉമറുൽ ഫാറൂഖിന് വ്യക്തിപരമായി തന്റെ ഭാര്യ പള്ളിയിൽ പോകുന്നത് ഇഷ്ടമല്ലായിരുന്നു, എന്നിട്ടും അദ്ദേഹം തടഞ്ഞില്ല. എന്തേ ഇഷ്ടമല്ലാതായത്? പെണ്ണ് പള്ളിയിൽ പോകല് ഹറാമാന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. പെണ്ണ് പള്ളിയിൽ പോയാൽ കൂലിട്ടൂലാന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. അതിന് പ്രത്യേക കാരണം ഉണ്ടായിരുന്നു. ഉമറുൽ ഫാറൂഖിന്റെ ഈ ഭാര്യയെപ്പറ്റി ചരിത്രത്തിൽ പറയുന്നത്, ആ ഭാര്യ അവർ ചില്ലറക്കാരിയായിരുന്നില്ല. കാനത്ത് മിനൽ മുഹാജിറാത്തി ഇലൽ മദീന, മദീനയിലേക്ക് ഹിജ്റ പോയ മുഹാജിറുകളിൽപ്പെട്ട സ്വഹാബാവരിയായിരുന്നു. വകാനത്ത് ഹസന ജമീല, അതീവ സുന്ദരിയായിരുന്നു അവര് പുറത്തിറങ്ങിയാൽ വലിയ പ്രശ്നമായിരുന്നു. അതുകൊണ്ട് അത്രമാത്രം സൗന്ദര്യമുള്ള തന്റെ ഭാര്യ പുറത്തു പോകുന്നത് ഉമറുൽ ഫാറൂഖിന് ഇഷ്ടമല്ലായിരുന്നു. എന്നിട്ട് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണം വരെയും ആതിക ബീവി പള്ളിയിൽ കൃത്യമായി ജമാഅത്തിന് പോകാറുണ്ടായിരുന്നു. മരണം വരെ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതല്ല. ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ നോക്കൂ, ഫതുഹുൽ ബാരി എന്ന് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് മദീനയിലെ പള്ളിയിലെ മിഹ്റാബിൽ സുബ്ഹി നിസ്കരിക്കാൻ പോയപ്പോ ഒരു ശത്രു വന്ന് കുത്തി വീഴ്ത്തിയപ്പോൾ ഉമറുൽ ഫാറൂഖിനെ വാരിക്കോരിയെടുത്തത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആതികയായിരുന്നു. അവര് ഉമറുൽ ഫാറൂഖിന്റെ പിന്നിൽ പള്ളിയിൽ സുബ്ഹി ജമാഅത്തിന് വന്നതായിരുന്നു എന്ന് വരെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉമറുൽ ഫാറൂഖിന്റെ മരണം വരെ പെണ്ണെ നീ പള്ളിയിൽ പോകരുതെന്നും തടുക്കാൻ ഉമറുൽ ഫാറൂഖിന് ഇന്നത്തെ മുസ്ലിയാന്മാരെ പോലെ ധൈര്യം വന്നില്ല. എന്തേ തടയാതിരിക്കാൻ കാരണം? റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങളെ തടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഉമറുൽ ഫാറൂഖ് തടുത്തില്ല. മാത്രമല്ല, ഈ സ്ത്രീ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുറെ ആൾക്കാരുടെ ഭാര്യയായിരുന്നിട്ട് അവരൊക്കെ മരിച്ചുപോയതാണ്. അതിന്റെ ശേഷമാണ് ആതിക ബീവിനെ ഉമറുൽ ഫാറൂഖ് കല്യാണം കഴിക്കുന്നത്. ഇത് ഒരു ചരിത്ര കൃതിയാണ്, ഉസ്തുൽ ഗാബ. ഇതിന്റെ 5-ാം വാള്യം 498 പേജിലും 499 പേജിലും അതിന് കാരണങ്ങൾ പറയുന്നുണ്ട്. അവര് ഉമറുൽ ഫാറൂഖ് അവരെ കല്യാണം അന്വേഷിച്ച ആ സമയത്ത് വരെ ഷർത്ത് വെച്ചു, കല്യാണമൊക്കെ കഴിച്ചോ, പക്ഷെ ഒരു നിബന്ധന ഉണ്ട്, എന്നെ പള്ളിയിൽ പോകാൻ അനുവദിക്കണം. ഉണ്ടോ? എന്നെ പള്ളിയിൽ പോകാൻ അനുവദിക്കണം എന്ന ഷർത്തോടുകൂടെയാണ് കല്യാണം തന്നെ നടക്കുന്നത്. ഉമറുൽ ഫാറൂഖ് അതിന് സമ്മതിച്ചു. നോക്കൂ നിങ്ങൾ, ഹറാമായ ഒരു കാര്യത്തിന് വേണ്ടി ഒരാള് ഷർത്ത് വെച്ചാൽ അത് അംഗീകരിക്കുന്ന വ്യക്തിയാണോ മഹാനായ ഉമറുൽ ഫാറൂഖ്? ഹറാമായ ഒരു കാര്യം തന്റെ മരണം വരെ തന്റെ ഭാര്യ പള്ളിയിൽ വെച്ച് ചെയ്യുന്നത് കണ്ടിട്ട് ഉമറുൽ ഫാറൂഖ് തടുത്തില്ലെന്നോ? ഒരു നിസ്സാര പ്രശ്നമുണ്ടെങ്കിൽ ഉമർ എന്ന് കേട്ടാൽ മദീനയിലെ മണൽത്തരികൾ പോലും ഞെട്ടിവിറക്കുമെന്നാണ് ചരിത്രം പറയുന്നത്. അത്രമാത്രം ശക്തനും ഏറ്റവും വലിയ മുത്തഖിയുമായിരുന്ന, സ്വർഗത്തിന് അർഹനാണെന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ച ഉമറുൽ ഫാറൂഖിന്റെ ഭാര്യ, അതും മുഹാജിറായ പെണ്ണ്. ആരാണ് മുഹാജിറുകൾ? ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞത്, والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه എന്നാണ്. മുഹാജിറുകളായ ആളുകളെപ്പറ്റി, അൻസാറുകളായ ആളുകളെപ്പറ്റി പടച്ചവൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു. റളിയല്ലാഹു അൻഹും വറദു അൻഹു, പടച്ചവൻ അവരെപ്പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെ പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആൻ സർട്ടിഫിക്കറ്റ് നൽകിയ മുഹാജിറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആതിക ബീവിയാണ് ഉമറുൽ ഫാറൂഖിന്റെ കാലത്തും ശേഷവും പള്ളിയിലേക്ക് പോകുന്നത്. അവരാരും മനസ്സിലാക്കിയില്ല, വീടാ നല്ലത്, വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളാ നല്ലത്, പോയാ ഹറാമാണ്, കള്ളുടി പോലെ ഹറാമാണ്, ഫിത്നയുണ്ടാവും, ഫസാദ് ഉണ്ടാവും, അവരാരും മനസ്സിലാക്കിയില്ല. സ്വഹാബത്തിന്റെ കാലത്തും എല്ലാവരും ഈ രൂപത്തിൽ തന്നെ ഈ കാര്യം മനസ്സിലാക്കിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി നിങ്ങൾ നോക്കൂ, മറ്റൊരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ
ഈ വിഷയത്തിലുള്ള നിരവധി ഹദീസുകൾ. സമയം തീരാനായിട്ടുണ്ട്, വാങ്ങിക്കൊടുക്കാനായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനിയും നോക്കൂ, പണ്ഡിതന്മാരുടെ അഭിപ്രായം കൂടി ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഹിജ്റ 456 മരണപ്പെട്ടു പോയൊരു പണ്ഡിതനാണ് ഇമാം ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന് അൽ മുഹല്ല എന്നൊരു കിതാബുണ്ട്. ഇപ്പൊ അടുത്തൊന്നല്ല, 1000 കൊല്ലത്തെ പഴക്കട്ട് നഷ്ടം. ഇപ്പൊ ഹിജ്റ 1400 അദ്ദേഹം 456 വെച്ചു പോകുന്നത്. അദ്ദേഹം എഴുതിയിട്ടുള്ള അൽ മുഹല്ല എന്ന പേരുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, വൽ ആസാറു ഫീ ഹുദൂരിൻ നിസാഇ, സ്ത്രീകൾ പങ്കെടുക്കൽ സ്വലാത്തൽ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയോടൊപ്പം പങ്കെടുക്കാമെന്നതിനുള്ള രേഖകൾ മുതവാത്തിറത്തുൻ, ധാരാളക്കണക്കിന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഫീ ഗായത്തി സിഹ്ഹതി, അങ്ങേയറ്റം സഹീഹായ പരമ്പരയോടുകൂടെ തന്നെ വന്നിട്ടുണ്ട്. ലാ യുൻകിറു ദാലിക ഇല്ലാ ജാഹിലുൻ, ജാഹിലല്ലാതെ അത് നിഷിദ്ധമാണെന്ന് പറയുകയില്ല. സ്ത്രീകൾ ജമാഅത്തിന് പള്ളിയിൽ പോകൽ നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് ജാഹിലല്ലാതെ പറയുകയില്ല എന്ന് ഇക്കാലഘട്ടത്തിൽ ജീവിച്ച ആളല്ല, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചുപോയ ഇബ്നു ഹസം അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്.